നമസ്കാരം. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പല ലേഖനങ്ങളിലും പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്ത വിഷയമാണ് ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആശയത്തിൻ്റെ വിശുദ്ധി. അത് തെളിയിക്കുന്നത് ആവർത്തിക്കുന്നില്ല. അത് തെളിയിക്കുന്നത് കാലാനുസൃതമായി നവീകരിക്കപ്പെടേണ്ടതാണ് എല്ലാ ആശയങ്ങളും എന്നുള്ളതും അതിനെ കാലത്തിൻ്റെ സമയത്തിൻ്റെ പരിധിക്കകത്തുകൊണ്ട് പുനർനിർണ്ണയിക്കേണ്ടതാണെന്നുള്ള ഒരു മഹത്തായ സങ്കല്പമാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം നൽകി. അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. അവിടെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഗവർണറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അതേ വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നത് പല കാര്യങ്ങൾ കറങ്ങിച്ച് അതിലേക്ക് എത്തുക. ഒന്നാമത്തെ കാരണം ഭരണഘടനയുടെ ശക്തി. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏകാധിപതികളുടെ ശക്തി. ഇത് രണ്ടും കാണിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തെ മതരാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അധികാരം കയ്യിലുള്ളപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ, റഷ്യയും ക്യൂബയും ചൈനയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലും അതേ അളവിൽ തന്നെ, ഒരുപക്ഷെ അതിനേക്കാൾ മൂല്യം തോന്നിക്കളവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ചർച്ചയായാലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിൻ്റെ കാര്യമായും ചർച്ചകൾ നടക്കുന്നില്ല, സംവാദം നടക്കുന്നില്ല. അധികാരം ഉപയോഗിച്ച് അതിനെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അതായത് തങ്ങളുടെ താല്പര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേ രീതിയിൽ ഇനി പറ്റാവുന്നത്രയും കാലം തുടരാൻ കഴിയുന്ന രീതിയിലേക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ദയനീയമായ, ഏറ്റവും ഭീതിജനകമായ സാഹചര്യത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഭരണഘടനാപരമായ സംവിധാനങ്ങളെ, ഇത്തരം ചുമതലകളെ, ഇതെല്ലാം പുതിയ രീതിയിൽ നിർവചിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇതേ വിഷയം ചർച്ച ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിൽ ഏകീകരിക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ബഹുസ്വരതയെ, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ, സാധ്യതകളെയൊക്കെ വിശകലനം ചെയ്യുന്നതാണ് ഈ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ. അതിനെ ഏകീകരിക്കുന്നതിലൂടെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ചിലവ് ഒരു വലിയ ജനാധിപത്യ നിക്ഷേപത്തിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത്, മറ്റു ലേഖനത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ചില ഭരണഘടനാ പദവികളെ, ഗവർണർ എന്ന പദവി പലപ്പോഴും പ്രതിപക്ഷമില്ലാത്ത ഒരു സംവിധാനത്തിന് എങ്ങനെ അത് കരുത്താവുന്നു എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്തു. അതേ പലപ്പോഴും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പല ഘടകങ്ങൾ നമ്മൾ കണ്ടിരുന്നു, പല വ്യക്തികൾ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ഇത്തരം ചർച്ചകളെക്കുറിച്ച്, ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച്, ഇതിനെ കൂടുതൽ സുതാര്യമാക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനമാവാം, ആ കൊളീജിയം സംവിധാനമാവാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ സുപ്രീം കോടതി ജഡ്ജായി നിയമിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കാലാവധി 2 വർഷം 1.5 വർഷമായി ചുരുങ്ങുന്നത്? ചിലർക്ക് 4 മാസം ലഭിക്കുന്നത്, ചിലർക്ക് വിരമിക്കുന്നതിന് കുറച്ച് മാസം ലഭിക്കുന്നത്. ഇത്തരം വിഷയങ്ങളൊന്നും ജനങ്ങൾക്ക് പലപ്പോഴും അറിയുന്നില്ല. ജനങ്ങൾ അറിയാത്തതോടെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% ആളുകൾ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികമായി പിന്നാലെ സമൂഹത്തിൽ ഇത് ചർച്ചയായില്ലെങ്കിലും ഒരു വിഷയം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത, ഒരു നൂറ്റാണ്ടെങ്കിൽ കുറഞ്ഞ് പിറകെ നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് ഇത്തരം വിഷയങ്ങൾ താല്പര്യവും ഉണ്ടാകും. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു സംവിധാനം, വലിയൊരു ആശയം ചുരുങ്ങി ഇല്ലാതാവുക എന്നുള്ളതാണ്. മുമ്പൊരു വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു, സിവിൽ IAS IPS ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനചലനം കൃത്യമായ മാനദണ്ഡത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യും. പക്ഷേ പലപ്പോഴും ഇതെല്ലാം എല്ലാ വ്യക്തിക്കും രാഷ്ട്രീയമുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ഇതെല്ലാം ചുരുങ്ങി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. 3 മാസം കൊണ്ടൊരു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുന്നു. എന്താണ് പ്രശ്നമില്ല, അത് ചർച്ച പോലും ആവാതെ
ഒരു അഭ്യസ്തവിദ്യരായ ആളുകളുണ്ട്, ഏറ്റവും കൂടുതലുണ്ട് എന്ന് കരുതുന്നൊരു സമൂഹം മുന്നോട്ട് പോകും. ഇതെല്ലാം തെളിയിക്കുന്നത് ജനാധിപത്യമായ ചർച്ചകൾക്ക് ഇടമില്ലാതാവുന്നു എന്നുള്ളത് മാത്രമല്ല, ഉന്നതമായ ഭരണഘടനാ ആശയങ്ങളെ, അത് ഭരണഘടനയിലെ നിയമങ്ങളാവാം, സംവിധാനങ്ങളാവാം, സങ്കേതങ്ങളാവാം, ചുമതലകളാവാം, അവസരങ്ങളാവാം, തിരഞ്ഞെടുപ്പുകളുടെ അവസരങ്ങളാവാം, ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്ത വിധം ജനങ്ങൾ ഇല്ലാതെയാവുന്നു, ജനങ്ങളിലും ജനാധിപത്യം ഇല്ലാതെയാവുന്നു എന്നുള്ള പേടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ ഇന്നലെ കേരളത്തിലെ സ്പീക്കറുടെ കാര്യമായത് തന്നെയാണ് സംഭവിച്ചത്. ഭരണാധികാരിയോടുള്ള തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തുള്ള വിധേയത്വത്തിനുള്ള അവസരം മാത്രമായി സ്പീക്കർ സംവിധാനം മാറുന്നു. ഇതെല്ലാം തെളിയിക്കുന്നത് വലിയ രീതിയിൽ ഒരു ശുദ്ധി കലശത്തിന് ഇത് സമയമായി എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് അതിന് സമയമായി എന്നുള്ളതാണ്. കോടതി വ്യവഹാരങ്ങൾ ജനങ്ങൾ അറിഞ്ഞാൽ എന്താണ്, എങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ അറിഞ്ഞാൽ എന്താണ്, ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനമാവാം, സുപ്രീം കോടതി ജഡ്ജിയുടെ നിയമനമാവാം, PSCയിലേക്കുള്ള നിയമനമാവാം, ഇതെല്ലാം അതിൻ്റെ സുതാര്യത നിലനിർത്തേണ്ടത് വലിയൊരു അനിവാര്യതയാണ്. SFI മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ NIFയിൽ ചേർന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ പോലെ, മുമ്പൊരു ട്രോൾ വീഡിയോ കണ്ട പോലെ SFI ചേർന്ന് കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് കാര്യവട്ടത്തിൽ അധ്യാപകനാവാം, സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാവാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത്തരം ഒരു അധപ്പതനത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ പിണറായി വിജയനോ കെ നായനാരോ എന്നുള്ളതല്ല. ഒരു സംവിധാനത്തിൻ്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ അതിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മികവ് ഒരു മാനദണ്ഡമേ അല്ലാതെയാകുമ്പോൾ ഒരു സംവിധാനം തന്നെ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. SFIക്കാരനും DYFIക്കാരനും മാത്രമുള്ള സ്ഥലമാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. DYFI മുമ്പ് വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ AKG സെൻറ്ററിലാണോ എത്തിയതെന്ന് എന്ന് വിചാരിച്ച ആളുകൾ തിരിച്ചു പോവുകയാണ് കേരള സാഹിത്യ അക്കാദമിയുടെയും ചലച്ചിത്ര അക്കാദമിയുടെയും ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന്. ഇത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് പിന്നിൽ സുതാര്യമല്ലാത്ത നിയമനങ്ങളാണ്. ആ സുതാര്യമല്ലാത്ത നിയമനങ്ങൾ തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളിലും സംഭവിക്കുന്നത്. സ്പീക്കർക്കും സുപ്രീം കോടതി ജഡ്ജിനും എല്ലാം പരീക്ഷ നടത്തണമെന്നുള്ളതല്ല, ഓരോ സ്ഥാനത്തിനും പരീക്ഷ നടത്തണമെന്നോ ഒന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുതാര്യമായൊരു സംവിധാനം, ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിന്, ഒരു ചുമതല ഏൽപ്പിക്കുന്നതിന് എന്താണ് മാനദണ്ഡം, എന്താണ് അതിൻ്റെ മാനദണ്ഡം? ചില സുപ്രീം കോടതി ജഡ്ജിമാർ 54 വയസ്സിൽ സുപ്രീം കോടതി ജഡ്ജാവുന്നു, 6 മാസം കാലാവധി ലഭിക്കുന്നു. മറ്റു ചിലർക്ക് 58 വയസ്സിൽ സുപ്രീം കോടതി ജഡ്ജാവുന്നു, 2 മാസം കാലാവധിക്ക് 2 മാസം മുമ്പ് സുപ്രീം കോടതി ജഡ്ജിയുടെ ചുമതല ലഭിക്കുന്നു. ഇത്തരം കൊളീജിയം സിസ്റ്റം ആവാം. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണ നമുക്ക് പൊതുജനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മാധ്യമങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ, ഭരണഘടനാ സംവിധാനങ്ങളിൽ, ഭരണഘടനാപരമായ ചുമതലകളിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിപ്പോൾ ഒരു റേഷൻ കടയായാലും, ഒരു പാർട്ടി, ഒരു പോലീസ് സംവിധാനത്തേക്കുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആയാലും, സുപ്രീം കോടതി ജഡ്ജിൻ്റെ കാര്യമായാലും, ഗവർണറുടെ കാര്യമായാലും, ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു 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 ചുമതലയിലേക്ക്, ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഒരു വ്യക്തി ചെന്നെത്തുന്നത്, ഒരു സ്ഥാനത്ത് നിന്ന്, ഒരു ചുമതലയിൽ നിന്ന് ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാലാവധി പൂർത്തിയാകുന്നത് എന്തിൻ്റെ മാനദണ്ഡത്തിലാണ്, എങ്ങനെയാണ് എന്ന് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ളൊരു അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. പൊതുജനങ്ങൾക്ക് അതിന് താല്പര്യമില്ലാതിരിക്കാൻ കാരണം ഇത് പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സുനിൽ പി ലീഡർ എങ്ങനെ ചിന്തകനായി, KK രാഗേഷിൻ്റെ ഭാര്യ എങ്ങനെ സർവകലാശാല അധ്യാപിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJP തമ്മിലുള്ള സംഘടന മാത്രമേ അവസാനിക്കൂ. അത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യത്തിലായാലും, ഷംസീറിൻ്റെ കാര്യത്തിലായാലും, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിൻ്റെ കാര്യത്തിലായാലും ഇത് പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകളായിട്ട് മാറി. നിങ്ങളും ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണ്. ഇത് ഒഴിവാവണമെങ്കിൽ സുതാര്യമായ സംവിധാനം ഇവിടെ ഓർന്നു വരേണ്ടിയിരിക്കുന്നു. മുമ്പ് വീഡിയോ ചർച്ച ചെയ്തപോലെ വാളയാർ ചെക്ക് പോസ്റ്റിലെ കുഴൽപ്പണമായാലും മറ്റെന്ത് കാര്യങ്ങളായാലും 3-4 മാസം കൊണ്ട് അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു
സ്ഥലം മാറ്റാനുള്ളൊരു കാരണമായിട്ട് ഋഷിരാജ് സിംഗിനെ മാറ്റാനുള്ള കാരണമായി വന്നത് അതായിരുന്നു. പ്രവർത്തനമില്ലായ്മയായിരുന്നു മറ്റു ചിലർക്ക് പ്രത്യേക സ്ഥാനങ്ങൾ തുടരാനുള്ള കാരണങ്ങൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നെന്ന് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന സദ്ദാം ഹുസൈന് വേണ്ടി ഒരു ഹർത്താൽ നടത്തിയ ഒരു കേരള സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്നിടത്ത് അത് വലിയൊരു ഭയമാവുന്നു, വലിയൊരു അനിശ്ചിതത്വമാണ്. ഭരണഘടനാ സംവിധാനങ്ങളിൽ, ഭരണഘടനാ സാധ്യതകളിൽ രാഷ്ട്രീയം കടന്നു കയറുന്നു എന്നത് നമ്മൾ ഭീതിയോടെ കാണേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ചുമതലകളിൽ, പോലീസിൻ്റെ അധികാരങ്ങളിൽ, ഇതിലെല്ലാം ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടരുന്ന ഒരു സംവിധാനത്തിന് കടന്നു കയറാൻ കഴിഞ്ഞാൽ ഇറാനോ പാകിസ്ഥാനോ ചൈനയോ റഷ്യയോ ക്യൂബയോ ഒക്കെ ഇന്ത്യയിൽ ആവർത്തിക്കുന്നതിന് അധിക സമയമുണ്ടാകും. അത് ഹിന്ദുത്വമാവാം, ഇസ്ലാമിക തീവ്രവാദം, എന്തു തന്നെയായിരുന്നാലും ശരി, ജനാധിപത്യ സംവിധാനങ്ങളാണ് അവിടെ ഇല്ലാതെയാവുന്നത്. ഭരണഘടന നൽകിയ മഹത്തായ ആശയങ്ങളാണ് ഇല്ലാതെയാവുന്നത്. അതിനെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. പുതിയ ചർച്ചകൾക്ക്, സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് പുതിയ ചർച്ചകൾക്ക് നമ്മൾ വഴി തുറക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ സുതാര്യമാവേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ആ വ്യക്തി സുപ്രീം കോടതി ജഡ്ജിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മാറ്റിയിരിക്കുന്നു, എന്തുകൊണ്ട് ആ വ്യക്തിക്ക് വിരമിച്ചതിന് ശേഷം ആ പ്രത്യേക സംവിധാനത്തിന് ആ ഒരു ബോർഡിൻ്റെ ചുമതല നൽകിയിരിക്കുന്നു. ഇതെല്ലാം പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഇതറിയാനുള്ളത് തങ്ങളുടെ അവകാശമാണെന്ന് തിരിച്ചറിയേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് പൊതുജനങ്ങളും എത്തേണ്ടിയിരിക്കുന്നു. അത്തരമൊരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് തീർച്ചയായും മാധ്യമങ്ങളാണ്. അത്തരമൊരു മാധ്യമ സംസ്കാരം കേരളത്തിൽ ഇല്ലാതായതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ശ്രീ ശശി തരൂരിനെ പോലുള്ള ആളുകളെങ്കിലും, അല്ലെങ്കിൽ ടി പി ശ്രീനിവാസനെ പോലുള്ള ആളുകളെങ്കിലും, ശ്രീ സി പി ശ്രീനിവാസനെ പോലുള്ള ആളുകളെങ്കിലും ഏറ്റെടുക്കുന്നു. ചർച്ചകളും സംവാദങ്ങളും എല്ലാം സുതാര്യമാവുന്നത് ഭരണഘടന നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ധാരണയുണ്ട്. ആ ഭരണഘടനാ സംവിധാനങ്ങളും ആ ഭരണഘടനയുടെ നടപടികളുമെല്ലാം സുതാര്യമല്ലാതാവുന്നിടത്ത് ഈ ചർച്ചകളും ഈ സംവാദങ്ങളും 1-2 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ അവസാനം. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന വലിയ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു.